السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد, ദാരിദ്ര്യം അല്ലാഹു തആല കണക്കാക്കിയ ഒരു വിപത്തിൽപ്പെട്ടത് തന്നെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്കോ ഒരു സംഘത്തിനോ ഒക്കെ ഇത് പറ്റാം. ദാരിദ്ര്യമുണ്ടായാൽ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ട്. മോശം ചില അനുഭവങ്ങളും ചില പ്രശ്നങ്ങളും അത് കാരണമായി ഉണ്ടായേക്കാം. വിശ്വാസപരമായും ജീവിതത്തിൻ്റെ മേഖലകളിലും ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാൻ വരെ അത് കാരണമായേക്കാം. വിശ്വാസം പോലും ശരിയായ ഈമാനില്ലാത്തവർക്ക് ദാരിദ്ര്യം മൂലം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ചില മോശമായ സ്വഭാവങ്ങളിലേക്കും ഫഖർ കാരണമായി താഴ്ന്ന സ്വഭാവത്തിലേക്കും ഫഖർ കാരണമായി എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ ദാരിദ്ര്യം ആ രൂപത്തിലേക്ക് അവരെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. അവരാവശ്യങ്ങൾ വെട്ടിക്കിട്ടാൻ വേണ്ടി, അവരുടെ ദാരിദ്ര്യം മാറാൻ വേണ്ടി ചിലപ്പോൾ അവർക്കിടയിൽ കൊള്ള നടത്തുകയും പിടിച്ചുപറിയും കൊള്ളയും കൊലയും വ്യഭിചാരവും ഹറാമായ കച്ചവടങ്ങളും വഞ്ചനയും ഒക്കെ ദാരിദ്ര്യം കാരണമായി സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നതായിട്ട് കാണാം, സ്വന്തം മക്കളെ, കരളിന്റെ കഷ്ടങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നത്, കൊന്നിരുന്ന അതിഭീകരമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നിടത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വലാ തഖ്തുലു ഔലാദകും, നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്നാണ്. അപ്പൊ ആ ഒരു ഭയപ്പാട്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് മക്കളെ കൊല്ലുന്ന ഒരു സ്വഭാവം കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊല്ലരുത്. മിൻ ഇംലാഖ്, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട്. നഹനു നർസുഖുക്കും, തീർച്ചയായിട്ടും നാം ആണ് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങൾക്ക് നൽകുന്നതും വയ്യാഹും, അവർക്ക് നൽകുന്നതും ഒക്കെ നാം ആണ് എന്ന് സൂറത്തുൽ അനാമിലെ 151 ആയത്ത് സൂചിപ്പിക്കുന്നത്. ദാരിദ്ര്യം കാരണം മറ്റുള്ളവരെ കൊല ചെയ്യാനും മനുഷ്യൻ മടിക്കില്ല എന്നാണ്. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ചിലപ്പോൾ ഹറാമിലേക്ക് വരെ, തൻ്റെ കാര്യം നേടാൻ വേണ്ടി, തനിക്ക് ആവശ്യമായ കാശ് ലഭിക്കാൻ വേണ്ടി വ്യഭിചാരത്തിന് വരെ തയ്യാറാവാൻ സാധ്യതയുണ്ട് എന്ന് ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കയറാനുള്ളതായ ചില പോൺ വഴികൾ, ചില മാർഗങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ജനങ്ങൾ ശരിയായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്. അല്ലാഹുവാണ് നൽകുന്നവൻ, അവനാണ് സമ്പത്ത് നൽകുന്നവൻ, അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് എല്ലാത്തിൻ്റെയും ദാതാവ്. അല്ലാഹു തആല കണക്കാക്കുന്നതെല്ലാം അവന്റെ ഹിക്മത്ത് അനുസരിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമുണ്ടായാൽ ആ ഒരു വിപത്തിന്റെ മേൽ, മുസീബത്തിന്റെ മേൽ അവൻ ക്ഷമിക്കുകയും ആ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ, അതിൽ നിന്ന് കരകയറാൻ വേണ്ടി അവന്റെ സ്വശരീരം കൊണ്ടും അവന്റെ മക്കളെ കൊണ്ടുമെല്ലാം നന്നായി അധ്വാനിക്കണമെന്നുമെല്ലാം മനുഷ്യൻ നന്നായി പഠിച്ചു വെക്കണം. കാരണം അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലാഹു വർ-റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, തീർച്ചയായിട്ടും അല്ലാഹു ആണ് ഭക്ഷണം കൊടുക്കുന്നവനും പണം കൊടുക്കുന്നവനും എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുന്നവനും അല്ലാഹു ആണ്. അവനതിന് കഴിവുള്ളവനുമാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. മാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഉള്ള ഏത് ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹു ആണ് എന്ന് വളരെ അർത്ഥശങ്കക്കടയില്ലാത്ത വിധം അല്ലാഹു തആല പറയുന്നുണ്ട്. വേറെയും ധാരാളം ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു,
അതുകൊണ്ട് ഈ ഒരു വിശ്വാസമുള്ള മുസ്ലിം ദാരിദ്ര്യമുണ്ടായാൽ ക്ഷമിക്കുകയും അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയും ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുകയും ചെയ്യണം. അതോടൊപ്പം അള്ളാഹുവിന്റെ ആ വിധിയിൽ അവൻ തൃപ്തി അടയുകയും അതിൽ നിന്ന് കയറാൻ വേണ്ടി അവൻ അധ്വാനിക്കുകയും ചെയ്യണം. സൂറത്തുൽ ഇസ്രായിൽ 30-ാമത്തെ ആയത്ത് ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. തീർച്ചയായും അങ്ങയുടെ രക്ഷിതാവ് റബ്ബ് ഭക്ഷണം വിശാലമാക്കി കൊടുക്കുകയും പണം ധാരാളമായി വാരിക്കോരി കൊടുക്കുകയും ലിമൻ യശാഉ അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് വയഖ്ദിർ ചിലപ്പോൾ അവൻ അത് പിടിച്ചു വെക്കുകയും ചെയ്യും. ഇന്നഹു കാന ബിഇബാദി ഖബീറൻ ബസീറ. അടിമകളെ കുറിച്ച് എങ്ങനെ വേണം, ആർക്കെല്ലാം കൊടുക്കണം, ആർക്കെല്ലാം തടഞ്ഞു വെക്കണം എന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനും കാണുന്നവനുമാണ് എന്ന് സൂറത്തുൽ ഇസ്രായിലെ 30-ാമത്തെ ആയത്തിൽ കാണാം. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. അള്ളാഹുവാണ് കൊടുക്കുന്നവൻ, അവനാണ് പിടിച്ചു വെക്കുന്നവൻ. അവൻ ഉദ്ദേശിച്ച ആളുകൾ അവൻ പണക്കാരനാക്കുന്നു, അവൻ ഉദ്ദേശിച്ച ആളുകൾ അവൻ ഫഖീറാക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. ചിലപ്പോൾ അള്ളാഹു ഐശ്വര്യം കൊടുക്കുന്നു, അത് അള്ളാഹു അവരെ ഒന്ന് പരീക്ഷിക്കുകയായിരിക്കാം. ആവശ്യമായതെല്ലാം കൊടുത്ത് അള്ളാഹു അവരെ ചിലപ്പോൾ പെട്ടെന്ന് അവർ അതിന് നന്ദികേട് കാണിച്ചാൽ അവരല്ലാഹു പെട്ടെന്ന് കുടുക്കിയേക്കാം. അവരുടെ ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് അവർ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇതിൽ നിന്നെല്ലാം നാം അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് രണ്ടാമത്തെ വഴി. ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തതായിട്ട് ഹദീസുകളിൽ കാണാം. എന്റെ സമുദായത്തിന് ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ പിതാവ് എല്ലാ നിസ്കാര ശേഷവും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅദാബിൽ ഖബർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു, മിനൽ കുഫ്രി കുഫറിൽ നിന്നും, വൽ ഫഖ്രി ദാരിദ്ര്യത്തിൽ നിന്നും, വഅദാബിൽ ഖബരി ഖബറിന്റെ അദാബിനെ തൊട്ടും എന്നോട് കാവൽ തേടുന്നു എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഞാനും അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഖാല അബി, എൻ്റെ പിതാവ് അപ്പോൾ പറഞ്ഞു, ഐ ബുനയ്യ അമ്മൻ അഖസ്ത ഹാദാ, എവിടെന്നാ ഈ ഒരു ദുആ കിട്ടിയത്? ഖുൽതു, ഞാൻ പറഞ്ഞു, അൻക, നിങ്ങളും തന്നെ. ഖാല, അപ്പൊ എൻ്റെ പിതാവ് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലുന്ന ഫീ ദുബുരി സ്വലാ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുആ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും നീ കിട്ടാനുള്ളതായ ഒരു മാർഗമാണ്. അതിന് പുറമെ സൂറത്തുൽ മുൽക്ക് 41 പ്രാവശ്യം പാരായണം ചെയ്താൽ എല്ലാ പ്രയാസത്തിനും ഇത് വലിയ പരിഹാരം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.